നമ്മളൊരു ഓണ്ടർപ്രണർ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരിക്കും? പിന്നെയാണ് ചേട്ടൻ ഈ കോൺസെപ്റ്റ് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കി ചേട്ടൻ, ഒന്ന് ഇട്ട് നോക്കി എന്നിട്ടാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ആത്മാർത്ഥമായിട്ട് നമ്മൾ നിന്ന അത് നടന്നിരിക്കും. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തില്ല ഞാൻ പറഞ്ഞനുസരിച്ച് എത്തി. പക്ഷെ ഇത് അടുത്ത 10 വർഷം തന്നെ ഇത് നിലനിർത്തുക എന്നുള്ളതാണ്. സന്തോഷിക്കണം, കയ്യടി അല്ലേ അല്ലേ. ഇപ്പൊ നമ്മള് ഒരു വീക്കിലി എന്നുള്ള റിവ്യൂ നമ്മൾ എപ്പോഴും ഇരിക്കും. നമ്മുടെ പർച്ചേസ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഇന്റേണൽ ഓപ്പറേഷൻ ഇഷ്യൂസ്. പക്ഷെ നമ്മുടെ ചായക്കാരുടെ ജേണിയെ കുറിച്ച് നമ്മൾ ഇതുവരെ നമ്മളൊന്നും ഇരുന്നിട്ടില്ല അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളിപ്പം കാണുന്നവർക്ക് ചായക്കാരി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്റ്റോറി കാണും അല്ലേ, ഒരു തുടക്കം ഉണ്ടാവും. അതെ, കറക്റ്റ്. ആ തുടക്കമാണ് നമ്മുടെ ഓഫീസിൽ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നമ്മുടെ അകത്തുള്ള ആൾക്കാരാണ്. പക്ഷെ അതെങ്ങനെയാണെന്നത് നമുക്ക് ആ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓർമ്മകളാണ്. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്താണ്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പിരിക്കുന്ന ആതിരിക്കാവട്ടെ, മിഥുനാവട്ടെ, നമ്മളൊരു ഓണ്ടർപ്രണർ എന്ന നിലയിൽ നമ്മുടെ ഒരു ഏറ്റവും വലിയ സ്വപ്നം എന്തായിരിക്കും? ഒരു ഗ്ലോബൽ റേഞ്ചിൽ ബിസിനസ് ചെയ്യുക. നമ്മളൊരു ഒരു കുഞ്ഞിനല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്ത്, ഒരു സാധനത്തെ ഡെവലപ്പ് ചെയ്ത് അതൊരു അല്ലേ എത്ര രൂപ കിട്ടണത് എന്നുള്ളതൊന്നും അല്ലല്ലോ. ഇപ്പൊ നമ്മളിവിടെ ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ചായക്കാരിയുടെ ജേണി നമുക്ക് സംസാരിക്കാം. ചായക്കാരിയുടെ ജേണിയെ കുറിച്ച് പോകും മുന്നേ എങ്ങനെയാണ് ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിലൂടെ നമ്മൾ വന്നെന്നുള്ളതാണ് അല്ലേ ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഉള്ള കണക്ക് തന്നെയാണ്. ഇത് 2012 ആക്ച്വലി ഈ സാധനം ഫസ്റ്റ് സാധനം 2000. അതെ. ഇപ്പൊ എല്ലാവരും പറയണ ചായക്കാരി ഭയങ്കര എക്സ്പാൻഷൻ ആണല്ലോ, ചായക്കാരി അവിടെ വരുന്നു ഇവിടെ വരുന്നു. പക്ഷെ പറയുന്നു 2012 ഏകദേശം എനിക്ക് തോന്നുന്നത് 15 വർഷത്തോളം ആവും അല്ലേ, 13 വർഷമായി. അപ്പൊ 2012 എന്താണ് തോന്നുന്നത് നമുക്ക്? ആ പ്രായത്തിൽ തോന്നുന്നത് നമ്മളെപ്പോഴും സംസാരിക്കും അല്ലേ, ആ ആൾക്കാർ 3 പേരോടും കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്തായിരിക്കും? റെസ്റ്റോറന്റ് ബിസിനസ് ആണ്. ഏറ്റവും എളുപ്പമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ലേ എന്നല്ലേ വിചാരിക്കണത് അല്ലേ? ആക്ച്വലി അതിന്റെ റീസൺ ചെറിയൊരു മുതൽ മുടക്ക് മതി. റെസ്റ്റോറന്റ് ഒരു ചെറിയൊരു തട്ടുകട തുടങ്ങാൻ ഒരു ചെറിയ മുതൽ, അതുകൊണ്ടാണ്. അല്ല, തട്ടുകട മാത്രമല്ല, ചിലർ ഭയങ്കരമായിട്ട് ഇന്റീരിയറൊക്കെ മുടക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം ഇതിപ്പോ എല്ലാവർക്കും തുടങ്ങാൻ പറ്റും എന്ന് വിചാരിച്ചവർ തുടങ്ങുന്നതാണ്. ക്ലിയർ വിഷൻ ഇല്ല. അങ്ങനെ തന്നെയാണ് 2012 ഞാനും അത് ഇരുന്നത്. അന്ന് ഞാനും അതിനകത്തുണ്ട്. പക്ഷെ വളരെ കുഞ്ഞു പ്രായമാണ്. പക്ഷെ ഈ തോട്ട് അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തോട്ടിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്ക് കാണുന്നവർക്കൊരു ബോറാവും. നമ്മൾ ഇതെന്തിനാണ് നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ ജേണി സംസാരിക്കണം അല്ലേ. ആ ജേണി സംസാരിക്കുമ്പം അതിൽ കുറച്ച് ആൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് അതൊരു റോഡ് മാപ്പ് കിട്ടട്ടെ. നമുക്കും അതൊരു അടുത്ത ഇന്നത്തെ ഒരു റിവ്യൂ എന്നുള്ള നിലയിൽ നമ്മുടെ ബിസിനസ്സിന് അല്ലേ, നമ്മൾ വന്ന വഴി സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഫുഡ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ്. അപ്പൊ ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർ, ഭയങ്കര പാഷനുള്ള ആൾക്കാർക്കൊന്നും ഈ ബിസിനസ്സിൽ ഇറങ്ങാം എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ നടക്കില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പക്ഷെ വളരെ വ്യത്യസ്തപരമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ USP എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഒരു USP ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് പണ്ട് തന്നെ നമ്മൾ ഓമന സാമ്പാറും നമ്മൾ യമുന അവിയലും എന്ന് പറഞ്ഞ ഓരോ ആൾക്കാരുടെ വീടുകളിലെ സാധനം എങ്ങനെ നമ്മുടെ എത്തിക്കാം 2012 പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞപ്പം
കളിയാക്കി എല്ലാവരും പോയി. പക്ഷെ അതങ്ങനെ ആ തോട്ടിരുന്നു, നടക്കട്ടെ. നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന സംരംഭങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഏകദേശം 2020 വീണ്ടും അല്ലേ, ഞാൻ ആതിര എൻ്റെ കസിനാണ്, സഹോദരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ബിസിനസ് പിച്ച് ചെയ്യുന്നത്, ഞാൻ ആതിരടുത്ത് പിച്ച് ചെയ്യുന്നത് ഒരു 4-5 ആൾക്കാരടുത്താണ്. ഇങ്ങനൊരു സാധനമുണ്ട്, നമുക്ക് ഒരു ഹോം ഷെഫ് കോൺസെപ്റ്റാണ് അല്ലേ. നമ്മളിങ്ങനെ വണ്ടിയിൽ പോയി സംസാരിച്ചു, 2-3 പ്രാവശ്യം നമ്മൾ സംസാരിച്ചു. ആതിരയ്ക്കത് പറയാൻ കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ. അതെ, ചേട്ടൻ ആദ്യം ഇത് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഓക്കെ എന്തെങ്കിലും ഒരു ടീ ആ ഒരു രീതിക്ക് ചെയ്യാം എന്നുള്ള. പിന്നെയാണ് ചേട്ടൻ ഈ കോൺസെപ്റ്റ് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കി, ചേട്ടൻ ഒന്ന് ഇട്ട് നോക്കി, എന്നിട്ടാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. കോൺസെപ്റ്റ് ഞാൻ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വിളിക്കാം, ഫോണിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിച്ചില്ലേ, 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു ഇത് ചെയ്യാം നമുക്ക്. ഓക്കെ, പിന്നെ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഡെയിലി കണ്ട് നമ്മൾ ഓരോ പ്ലാന് സെറ്റ് ചെയ്യുന്നതും ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു ഐഡിയ വന്നതിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു 1.5 വർഷം എടുത്തെന്ന് തോന്നുന്നു അവിടെ. ഫസ്റ്റ് ഔട്ട്ലെറ്റ് എങ്ങനെയാ വന്നത്? ആക്ച്വലി അതിനകത്ത് വേറൊരു സ്റ്റോറി കൂടെ ഉണ്ട്. ഈ ഷോപ്പ് എടുത്ത് ഒരു 2 years റെന്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഷോപ്പ് എടുത്ത് വേറൊരു പർപ്പസിന് എടുത്തതാണ്. അപ്പം എൻ്റെ അടുത്തത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ പർപ്പസ് അവിടെ ചെയ്തില്ല, അത് നിർത്തി. എല്ലാവരും പറഞ്ഞു ആ ഷോപ്പ് എന്തുകൊണ്ട് വിടുന്നത്, ചുമ്മാ റെന്റ് കൊടുക്കുകയാണ്. 2 years റെന്റ് ഞാൻ കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് പിച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. 2 years ഞാൻ കയ്യിൽ നിന്ന് റെന്റ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും നമ്മളോട് എല്ലാവരും അങ്ങോട്ട് നമ്മൾ സംസാരിക്കാൻ പറയില്ലേ, നമുക്ക് ഇങ്ങനെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ നിന്നാ അത് നടന്നിരിക്കും. അതിൻ്റെ ഭാഗമാണ് ഈ സാധനം. നമ്മളിപ്പോൾ ഇന്നൊരു റിവ്യൂ മീറ്റ് നമ്മളിരിക്കും. നമ്മൾ എന്തിനാണ് ഇവിടെ ഓഫീസിനകത്ത് റിവ്യൂ മീറ്റുകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലേ. ഇപ്പം ചായക്കാരുടെ ജേണിയെ കുറിച്ചൊക്കെ പറയുമ്പം ആക്ച്വലി ഭയങ്കര ഒരു ഇമോഷണലാണ് ഈ സാധനം. 1. 2, ഇത് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് സത്യമായിട്ട് ഞാൻ പറയണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നമുക്ക് എന്ത് വേണം നമുക്ക് ഇവിടെ ഈ ലോകത്ത് ചെയ്യാൻ പറ്റില്ലേ? 100% പറ്റും. അതിപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, അതിനാണല്ലോ നമ്മൾ ഈ പണിയെടുക്കുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ജേണിയിലോട്ട് കടക്കുമ്പം നമ്മൾ ചർച്ച ചെയ്തു അല്ലേ, ചായക്കാരുടെ ജേണിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊരു ഇപ്പൊ ഇന്ന് നമ്മൾ പലരും ചോദിക്കുന്നത് ഈ ബ്രാൻഡ് എവിടെ നിന്നാണ്? ഈ ബ്രാൻഡ് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ബാംഗ്ലൂർ നിന്നാണ് ബ്രാൻഡ്. ത്രിവാൻഡ്രോ എന്നാണ് സംസാരിക്കുന്നത്. നിങ്ങളാണ് ഇതിന്റെ ആൾക്കാര്, എല്ലാ ബ്രാഞ്ചിന്റെ ആൾക്കാര്. ചായക്കാരിയോ? പക്ഷെ ഇതിനകത്ത് എന്താണ് ഈ ജേണി നമ്മൾ സംസാരിക്കേണ്ട കാര്യം, നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള മിഷനുണ്ട്. അതാണ് ജേണി. നമ്മൾ ഈ ചായക്കാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മുന്നേ തന്നെ നമ്മൾ കുറെ കോർ വാല്യൂസ് സെറ്റ് ചെയ്തു അല്ലേ. കുറെ കോർ വാല്യൂസ് സെറ്റ് ചെയ്തു. നമ്മൾ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, എന്താണ് പർപ്പസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ചായ എല്ലാവരും ചോദിക്കും ഈ പേര് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കും. പേരിലാണ് ആക്ച്വലി ഒരു സ്ട്രൈക്ക് പോയിന്റ് കിട്ടുന്നത്. അത് ആദരിക്കായിരിക്കും കുറച്ചുകൂടി പറയാൻ പറ്റുന്നത്. അതെ, നമ്മൾ പേരിന് വേണ്ടി കുറെ ദിവസം എടുത്ത് ഒരു പേരിന് വേണ്ടി നമ്മൾ ഇരുന്ന് പല പേരുകൾ വരും, എക്സൽ ഷീറ്റിലാക്കും. എക്സൽ ഷീറ്റ് നിറഞ്ഞ് പേരുകളുണ്ട്. എന്നിട്ട് ഒരു 3-4 പേര് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്, അപ്പോഴും അതിനകത്ത് ചായക്കാരി എന്നൊരു പേരില്ലായിരുന്നു, വേറെ 3-4 പേരുകൾ. ചായ് ഫോർട്ട് ഉണ്ടായിരുന്നു, ചായ പീടിക ഉണ്ടായിരുന്നു, വേറെ കുറെ പേരുകളുണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ എന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയില്ല അവിടെ. പക്ഷെ നമ്മൾ എന്നിട്ട് 1-2 ഡൊമൈനും എടുത്തു. അന്നേരം എല്ലാം ഡൊമൈനും ഒക്കെ എടുത്ത് ആ പേരുകളിലൊക്കെ എടുത്ത് ഓക്കെ ഇത് പക്ഷെ അത് സ്റ്റക്കായി പോയി. നമ്മൾ ആ പോയിന്റിൽ അവിടെ പേര് കിട്ടുന്നില്ല. പക്ഷെ ആ ഒരു നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സാധനം കിട്ടുന്നില്ല. നമ്മൾ പിന്നെ ഓക്കെ ഇത് വെച്ച് മുന്നോട്ട് പോകാന്ന് വെച്ച് പിന്നെയും ഇരുന്ന് ആലോചിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ഡേ ആയിട്ട് ഇത് മൈൻഡിൽ നിന്ന് പോണില്ല, സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പൊ വീണ്ടും അടുത്ത ദിവസം ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 പേരുകൾ കിട്ടി. ഓക്കെ, ദ ചായ് ലേഡി,
ചായക്കാർ, 2 പേര്. ഇവൻച്വലി ഈ 2 പേരും കൂടെ ചേർന്നിട്ടാണ് ചായക്കാര് ആയത്. അല്ല, നമ്മളൊരു ഒരു ഒരു സാധനം ചെയ്യുമ്പം നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പേരൊക്കെ ഏറ്റവും നല്ല പേരിടുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നതല്ല. നമ്മുടെ വിഷനും നമ്മുടെ കോർ വാല്യൂവും ഉറച്ചതാണെങ്കിൽ അതിനോടനുബന്ധിച്ച് പേര് വന്നു ചേരും. അതാണ് അതിൻ്റെ ഒരു സാധനം. പിന്നെ നമ്മുടെ ഹോം ഷെഫ് കോൺസെപ്റ്റുമായിട്ടും ഈ പേര് നല്ല രീതിക്ക് ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. ചായക്കാരികൾ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന നമ്മുടെ ഹോം ഷെഫ്സ്, ആ ചേച്ചിമാരെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചായക്കാരി. നമ്മുടെ ലോഗോ കണ്ടാലും ഒരു ഫീമെയിൽ ഒരു ലേഡിയുടെ ലോഗോ ആണ് ചെയ്തത്. പവിശങ്കർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരൻ. പുള്ളിയാണ് നമ്മുടെ ലോഗോയും ബ്രാൻഡിങ്ങും ഡിസൈൻ ചെയ്തത്. ഈ ഹോം ഷെഫ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയായിരിക്കും, ഞാൻ എപ്പോഴും പറയുന്നതൊക്കെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ പണ്ട് നമ്മുടെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അമ്മ എന്തെങ്കിലും എണ്ണയിൽ പൊരിയിൽ എന്തെങ്കിലും സാധനം ഇട്ട് പൊരിച്ചു തരും. പക്ഷെ അവിടെ ഒന്നും കാണൂല. ചിലവർ ഗോതമ്പായിരിക്കാം, അല്പം ജീരകമായിരിക്കാം, അത് തരും. സത്യസന്ധമായിട്ട് പറയണം, അതൊരു ബിസിനസ് രീതിക്ക് പറയുന്നില്ല. പക്ഷെ അതിനകത്തൊരു ഭയങ്കര രുചിയായിരിക്കും. പക്ഷെ ആ രുചി, അതിന്റെ റെസിപ്പി അമ്മ എടുത്ത് ചോദിച്ചാൽ നീ വയനാട്ടിൽ കഴിച്ചിട്ട് പോടാ എന്ന് പറയും. ആ രുചി എന്താണ്? അത് ലവാണ്, സ്നേഹമാണ്. അതാണ് ചായക്കാരി ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ചായക്കാരി. എന്തുകൊണ്ട് ചായക്കാരി ബ്രാൻഡ് ആവാനുള്ള, അല്ലെങ്കിൽ ചായക്കാരി ഈ നിലയിൽ എത്താനും പിന്നെ അടുത്തൊരു നിലയിൽ എത്താനും ഇനി എത്തിപ്പെടുവാനും പോകാൻ പോകുന്നത് ആ ബേസാണ്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. അതിനകത്ത് ഒരുപാട് ഇമോഷണൽ കണക്റ്റുകളുണ്ട്, ഒരുപാട് ഇമോഷണൽ സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അതാണ് ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ടത്. കാരണം അത് നമുക്ക് എപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യമാണ്. പക്ഷെ ചായക്കാരുടെ ഒരു ജേണി നമ്മൾ തുടങ്ങി, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പെർ ഡേ 1200 സെയിലായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ ഉദ്ഘാടന ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണ്ടേ? അതെ, ഉദ്ഘാടന ദിവസം ഇന്നിവിടെ പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കര എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. 5 വർഷം കഴിയുമ്പോൾ ആയിരിക്കും ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ. ആ സ്റ്റെപ്പ് ചിലപ്പോൾ എടുക്കുകയില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയും, നമ്മളാ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു അല്ലേ, ഫിക്സ് ചെയ്യുന്ന തലേ ദിവസം നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്ത് വെച്ചു. ആ ടീം നമ്മളിന്ന് പോയി റൂമിൽ കാണാനില്ല. ഉദ്ഘാടനം നമ്മൾ പ്ലാൻ ചെയ്തു, സ്റ്റാഫ്, ഓപ്പറേഷൻ സ്റ്റാഫ്, ആ നമ്മൾ സ്റ്റാഫുകൾ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ 2-3 കാര്യമുണ്ട്. അതിനെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ആതിരയുടെ ഹസ്ബൻഡാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അത് ഞാൻ തന്നെയാണ് പറഞ്ഞത് അല്ലേ, അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതിനൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ എല്ലാത്തിലും അതിൽ നിങ്ങൾ ചായക്കാരിയെ നമ്മുടെ എല്ലാ കൾച്ചറിലും അത് നിങ്ങൾ കാണും. കാരണം നമ്മളെയാണ് സ്നേഹിക്കുന്നത് അതിനകത്ത്. കാരണം എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ചെറിയതാണെങ്കിലും നമ്മൾ തന്നെ ഇത് ചെയ്യുക, നമ്മൾ തന്നെ. കാരണം ഈ പോഡ്കാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് നമ്മളാണ് ഇത് ബിൽഡ് ചെയ്യണത്. വേറൊരാൾ വന്നിട്ടൊരു ഇൻ്റർവ്യൂ അങ്ങനെ നല്ലല്ലോ. നമ്മുടെ കോൺഫറൻസ് റൂമിലിരുന്ന് നമ്മൾ സംസാരിക്കുകയാണ് അല്ലേ, നമ്മളെക്കുറിച്ച് നമ്മളല്ലേ സംസാരിക്കുന്നത്, വേറെ ആരും സംസാരിക്കുക. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം ആ ഉദ്ഘാടന സമയത്ത് ചായ ഇട്ടത് ഞാനാണ്. പക്ഷെ നമ്മളവിടെ മറ്റേ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് കളർ പരിപാടി, പുറത്തുനിന്ന് നോക്കുമ്പോൾ കളർ പരിപാടി, ബലൂണൊക്കെ സെറ്റ് ചെയ്ത് റിബണൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നോക്കുകയാണ്, ചേട്ടൻ അവിടെ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും പേര് അകത്ത് കയറുമ്പോൾ ഇത്രയും പേർക്ക് ചായ കൊടുക്കണം. ഓക്കെ, നമുക്ക് ഒരു സ്റ്റാഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരേ ഒരു സ്റ്റാഫ്. ചേട്ടൻ ചായ അടിക്കുന്നു, ഞാൻ മറ്റേ ആൾക്കാരൊക്കെ പറഞ്ഞ് ഓക്കെ താങ്ക് യു ഒക്കെ പറയുന്നു, പ്രസംഗമൊക്കെ നടത്തുന്നു. ചേട്ടൻ നേരെ അപ്പം തന്നെ ചേട്ടൻ ചായയൊക്കെ ആയിട്ട്. ഇല്ല, അത് തന്നെയാണ് ഒരു ഓൺട്രപ്രനറുടെ കോൺഫിഡൻസ്. നമ്മുടെ ടീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ നമ്മളാണ് അതിൻ്റെ കോർ. നമുക്ക് ആ കോൺഫിഡൻസും ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ആ ടീം പോയപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തില്ലല്ലോ. ഷോ മസ്റ്റ് ഗോ ഓൺ. Yes. Whatever happens, show must go on.
ആ ഒരു കോൺഫിഡൻസും ആ ഒരു ഇതും ആ ഒരു ഡേയിൽ തന്നെ നമുക്കറിയാൻ പറ്റും. അതെ, അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. അത് തന്നെയാണ് നമ്മുടെ ലൈഫ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഈ ഇത് തന്നെ ഓക്കെ അല്ലേ, സോഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് ഇപ്പം അല്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞ സോഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീഡിയോസുകളും അല്ലേ, അതല്ലേ സോഷ്യൽ അസറ്റ് എന്ന് പറയുന്ന ക്രിയേഷൻ. നമ്മളിന്ന് ഓക്കെ നമുക്കത് ചെയ്യാം, നമ്മളങ്ങ് ഇറങ്ങിയതാണ് അല്ലേ. അതേമാതിരി തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതേമാതിരി തന്നെയാണ് ചായ്ക്കായുടെ ജേണി. സത്യം പറഞ്ഞ അതൊരു ഏഷ്യൻ ന്യൂസ് അതൊരു വല്ലാത്തൊരു കഥയാണ്. എന്ന് പറഞ്ഞാ വിട്ടുകൊടുക്കാൻ പറ്റാത്തവരോട്, തോറ്റു കൊടുക്കാൻ പറ്റാത്തവരോട്, നമ്മൾ തോക്കൂല എന്ന് നമ്മൾ ശപഥം ചെയ്തിരിക്കുകയാണ്. തോക്കൂല എന്താ, നമുക്ക് എപ്പോഴും മനസ്സിൽ തോന്നാം നമ്മളെ കൊണ്ട് ഇത് പറ്റൂല, അപ്പോഴേ നമ്മൾ ഫെയിലർ ആവും. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കസ്റ്റമർ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ ഡീൽ ചെയ്യും, നമുക്ക് നിരന്തരമായിട്ട് പ്രോബ്ലംസ് വരും, അത് നമ്മൾ സോൾവ് ചെയ്യും അല്ലേ. അതിനാണല്ലോ നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നതും നമ്മളൊരു ഗ്ലോബൽ ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ ചായ്ക്കാരിയുടെ ജേണി എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോറി ചിലപ്പോൾ ഒരു വർഷം പോയാൽ പോലും പറയാൻ പറ്റുള്ള സ്റ്റോറി ഉണ്ട്. അത് അത്രയ്ക്കും അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഇപ്പം ഞാൻ നമ്മൾ അടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ പറയണത്, സോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇത് തന്നെ കേൾക്കൂലേ, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തില്ല എന്ന് പറയണത്. അയ്യോ എന്റെ ചായക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലോ ഇൻവെസ്റ്റ്മെന്റാ. നമ്മുടെ കിച്ചൺ ഇപ്പൊ നമുക്കിപ്പോൾ ഉള്ള കിച്ചൺ എക്യുപ്മെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചായക്കാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കിച്ചൺ എക്യുപ്മെന്റ് ഒന്നും നമുക്ക് ഒന്നുമില്ലായിരുന്നു. MRT പോയി കുറച്ച് പാത്രങ്ങൾ മേടിച്ചു. സത്യസന്ധമായിട്ട് പറയാൻ അത് സ്റ്റീമർ മേടിച്ചു. പക്ഷെ അത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യണം, നമുക്കത് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് ഇന്നടത്ത് എത്തണം എന്നൊരു സാധനം നമ്മളെ ഉണ്ടെങ്കിൽ നമുക്കത് പറ്റും. ആ ഡ്രൈവ് മനസ്സിനകത്ത് വേണം. അതെ. നമ്മൾ ഈ ചായക്കാരുടെ ജേണിയെ കുറിച്ച് നമ്മളെ ഒരു കോൺഫറൻസ് റൂമിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പം എൻ്റെ അനിയുണ്ട്. അപ്പം അത് നമ്മൾ ഈ കഥ പറയുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കും ചായക്കാരി ഓക്കെ ഒരു ഇപ്പം തന്നെ പല ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, ശ്രദ്ധിക്കണം. പക്ഷേ അവർ പറയണത് നമ്മളെ കൺസേൺ കൊണ്ടാണ് അവർ പറയണത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഈ 3 വർഷം കൊണ്ടൊന്നും അല്ല ഈ ചായക്കാരിയുടെ സാധനം. ശരിക്കും 17-18 വർഷത്തെ ഒരു സാധനമാണ്. കാരണം ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ ഇതിൻ്റെ ക്യാമറമാൻ എവിടെ താമസിക്കുന്നത് ചോദിച്ചപ്പോൾ അല്ലേ, എവിടെ താമസിക്കുന്ന പറഞ്ഞ പെരുന്നാളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, പെരുന്നാളിൽ നമുക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇല്ലേ, ഓർമ്മയില്ലേ? ഈഞ്ചയ്ക്കല്ല ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് 6-7 സ്റ്റോറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഒരു ചെറിയ കാര്യമല്ല. ആണോ, തോന്നലുണ്ടോ? നീ പറഞ്ഞോ, അതൊന്ന് നമുക്ക് കാരണം ഇതൊരു നമ്മളൊരു റിവ്യൂ ആണ്, നമ്മളൊരു ജേണിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്, എങ്ങനെയാണ് നമ്മൾ കാരണം ഇപ്പൊ നമ്മൾ വന്ന വഴി നമുക്ക് മറക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇപ്പോൾ വരുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് അത് കിട്ടുന്ന മോട്ടിവേഷൻ മതി. അല്ലാതെ നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ കാണുന്ന പലരും യൂട്യൂബിൽ പറയുന്ന അല്ലെങ്കിൽ അത് മോട്ടിവേഷൻ അല്ല, നമുക്ക് തന്നെ ഉണ്ട് നമ്മളിൽ തന്നെ മോട്ടിവേഷൻ. അതിനാണ് അതെ വേറെ ആരും സ്റ്റോറി നമുക്ക് വേണ്ട. അതാണ് ഞാൻ ചോദിക്കുന്നത്. റെസ്റ്റോറന്റ് ഫീൽഡ് ആക്ച്വലി ഈ ചായക്കാരിയുടെ 3 വർഷമല്ല നമ്മുടെ റെസ്റ്റോറന്റ് ഫീൽഡ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഇഡലിക്കട ആദ്യമായിട്ടും അല്ല, ചായക്കാരി അല്ല നമ്മുടെ ഇഡലിക്കട അറിയായിരിക്കും, പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ? അറിഞ്ഞൂടല്ലോ. ഇഡലിക്കട ഇതല്ല നമ്മുടെ ഇഡലിക്കട, ആദ്യത്തെ ഇഡലിക്കട നമ്മുടെ ചാക്ക, നമ്മുടെ ചെരുപ്പടയ്ക്ക് ഒരു ചെരുപ്പട ഉണ്ടായിരുന്നു, അതിന്റെ സമീപത്തായിട്ട് നമ്മൾ ദോശ തട്ടും ഇഡലിക്കടയും ചേട്ടൻ പണ്ട് 10-20 പേര് ഡെയിലി വന്ന് കഴിക്കുന്ന രീതിക്കുള്ള ഒരു കട തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് കാലഘട്ടത്തിൽ കരിഞ്ഞു പോയി. തിരുവനന്തപുരം തട്ടെന്നുള്ള രീതിക്ക് തന്നെ ചെയ്തിരുന്നു. പിന്നെ നമ്മള് തിരുവനന്തപുരം സഞ്ചയനം ഇഡലിയാണ് നമ്മുടെ ഫസ്റ്റ് ഇഡലി. അതുകൊണ്ട് പിന്നെ ഒരു റെസ്റ്റോറന്റ് ഉള്ളൂർ, ഒരു ഗ്രീൻ പെപ്പർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തു. അത്
അതിനുശേഷം എല്ലാവരും ഈ ഒരു 3 ഇയേഴ്സിൻ്റെ ഗ്രോത്ത് ആണ് നോക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിറകിൽ ഒരു 10-15 വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും 10-15 വർഷത്തിൻ്റെ ഒരു ഹാർഡ് വർക്കും ഇതിൽ എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമാണ്. റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ഏത് ഇതിലായിരുന്നാലും എക്സ്പീരിയൻസ് ഭയങ്കര സംഭവം തന്നെയാണ്. അന്നൊക്കെ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര ഹാർഡായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ദിവസങ്ങളോളം എഫേർട്ട് ഇട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ആദ്യ മിനിറ്റുകൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് അതെ, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇല്ലിപ്പൊ ഞാൻ ഫ്രം ദ റൂട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതിൽ കൂടെ ഒക്കെ തന്നെ പോയേനായിരുന്നു. ഇപ്പോഴും മാവ് വാങ്ങണതും അരി വാങ്ങണതും ഒക്കെ ഉഴുന്ന് വാങ്ങണതും ഒക്കെ എന്ത് ഇതാണ്. പണ്ട് രാത്രി മൈദക്കാരൻ, ബീഫുകാരൻ, ചിക്കൻകാരൻ ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയാറ് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും എന്നെ ഫ്രണ്ടിൽ കാണും, അല്ലെങ്കിൽ ഞാനായിരിക്കും പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഇത് കണക്ക് ഇങ്ങനെ ഒരു വിഷ്വലൈസ് ചെയ്ത് തള്ളിയിട്ട് പോകും. അനുഭവിക്കുന്നത് ഇവരൊക്കെയാണ്. ഇത് ഞാൻ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കൊടുക്കും. പക്ഷെ ഇതിന്റെ സെൻട്രൽ വരുമ്പോ അല്ലെങ്കിൽ ഇതിനോട് കടക്കുമ്പം ഇപ്പൊ എന്റെ അനിയനായിട്ട് പറഞ്ഞല്ല, അവനൊക്കെ ഒരു നേരിട്ട ഒരു സാധനമുണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ അഭിമാനമായിട്ട് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നമുക്കൊരു വേറൊരു കമ്പനി ഉണ്ട്, വലിയ നിലയിൽ നമ്മൾ ആ കമ്പനി വെച്ചാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഇനിയും അത് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതൊക്കെ എത്താൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അവ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. പക്ഷെ അവ എങ്ങനെ ചെയ്യുന്നത്, ഇപ്പൊ എന്താണോ പറയുന്നത് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ വരുന്ന പ്രതിസന്ധികൾ ചെറിയ പ്രതിസന്ധികളുമല്ല. നിന്ന നിപ്പിന് പെറോട്ട കല്ല് എടുത്തോണ്ട് പോയിട്ടുണ്ട്. ചൂട് പെറോട്ട കല്ല് അടിച്ചോണ്ടിരിക്കുന്നത്, പെറോട്ട കല്ല് അടിപ്പം നിർത്താൻ പറയുന്നു. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ പെറോട്ട കല്ല് വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകുന്നു. എന്താണ് കാര്യം? ചിക്കൻകാരന് പൈസ കൊടുത്തില്ല. സ്വാഭാവികം. അല്ല ശരിയല്ലേ? ആ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രോബ്ലംസ് എല്ലാം ഫോക്കസ് ചെയ്തത്. അന്ന് അതിന്റെ സൊല്യൂഷൻസ് അല്ലേ? അല്ല, അന്നും പലരും പറയുന്നുണ്ട്, അന്നും പലരും പറയും. അപ്പൊ ഇപ്പൊ വിജയ് മല്യയുടെ ഒരു നമ്മൾ പറഞ്ഞതല്ല കേട്ടോ, പോഡ്കാസ്റ്റ് ചെയ്തപ്പോ അത് കേട്ട ഒരു ഇൻസ്പിറേഷൻ ആണ്. ഒരു ബിസിനസ് ചെയ്ത് ഫെയിലിയർ ആയ ഫ്രോഡ് എന്നൊരു ഇത് വരും. ഒരു കച്ചവടം ചെയ്യുന്നവർക്ക് നഷ്ടം വരൂലേ? കച്ചവടം ചെയ്യുന്നവർക്ക് നഷ്ടം വരും. അവരെങ്ങനെ ഫ്രോഡാവുന്നു? അവര് അത് കൊടുക്കാതിരിക്കുകയും അത് പിന്നെ ഇവിടെ നിന്ന് മുങ്ങുകയും ഫോൺ വിളിച്ച് എടുക്കാതിരിക്കുമ്പോഴാണ് വിഷയം. അത് നേരിടുകയും അവര് വിളിക്കും മുന്നേ അങ്ങോട്ട് വിളിച്ച് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ 3 മാസത്തെ പേയ്മെന്റ് തരാം, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ സാറിന്റെ കടയിൽ വരാം, അല്ലേ? നമ്മൾ അതേ കണക്ക് നേരിട്ട് അത് പറയാതിരുന്ന നമ്മൾ, കാരണം ഇത് ചായക്കാരുടെ പോഡ്കാസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ബേസ് ഭയങ്കര നല്ല ബേസ് ഉള്ള ബേസ് തന്നെയാണ്. നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു IITക്കും തരാൻ പറ്റാത്ത, IIMനും തരാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ ഒരു 15 വർഷമല്ല 17 വർഷമായി. 15 വർഷം നടത്തി, ഇപ്പൊ 2 വർഷം ഹയാത്ത് വെച്ച് നടത്തിയിട്ട് 2 വർഷമായി. കഴിഞ്ഞ 17 വർഷത്തെ ഫീൽഡ് വർക്കാണ് അല്ലേ? അതെ. കാര്യം ഇതിന്റെ ബേസ് എങ്ങനെയാണെന്ന് പറയട്ടെ. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയണത്, ഇപ്പൊ മിഥുൻ തന്നെ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്? മിഥുന് ഇപ്പൊ എന്റെ എത്ര പൈസ ഉണ്ടെന്നോ, മിഥുന് എത്ര പൈസ ഉണ്ടെന്നോ, മിഥുന് ഇപ്പൊ എത്ര ബിസിനസ് കിട്ടുന്നോ, എന്റെ എന്ത് കിട്ടുന്നോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ദീപു ചേട്ടൻ നമ്മളോട് അസോസിയേറ്റ് ചെയ്യണത് ഈ ഇപ്പൊ കിട്ടാൻ പോണ പൈസ ഒന്നുമല്ല, വളരെ തുച്ഛമായ കാര്യത്തിലാണ് അവിടെ വന്നിരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? അല്ലെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ നമ്മളെല്ലാം ഒരേ കോറായിട്ട് തോട്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? തോട്ടാണ് ഇമ്പോർട്ടന്റ്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ അല്ലാത്ത ആൾക്കാരൊന്നും വന്ന് നമ്മളോട് കൊളാബ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ ചില ആൾക്കാർ തന്നെ സ്റ്റാഫുകൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കൂലെന്ന് പറയും. നമുക്കറിയാം അവര് ഓൾറെഡി നമ്മുടെ അടുത്ത് നിൽക്കൂല, അവര് പൊയ്ക്കോളും. കാര്യം എന്ന് പറഞ്ഞാൽ ആ തോട്ട് ഭയങ്കര ഒരു ഇതാ, ഡിഫറെന്റ് വൈബിലുള്ള നിക്കത്തില്ല. അവരെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമല്ല, അവരങ്ങ് പോകും. ഇനിഷ്യലി നിങ്ങൾ ഇഡലിയൊക്കെ ഒഴിക്കാറുണ്ടോ അവിടെ? ഐ മീൻ ഇഡലി ഉണ്ടാക്കുന്ന ഇതില് ഇതിനെ ഈ ഇഡലിയെ കുറിച്ചൊക്കെ ഇത് ഇഡലിയെ കുറിച്ചൊക്കെ നമുക്ക് വന്ന ഇത് ഞാൻ പറഞ്ഞേ, ഞാൻ ആക്ച്വലി പറഞ്ഞു, ഇതൊന്നും നമ്മളൊരു എപ്പോഴും പല ഇന്റർവ്യൂകളിലും എല്ലാവരും പറയും, ഇത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഇന്ത്യയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും നമ്മൾ ചെയ്യരുത്, ചെയ്യാനുള്ള മനസ്സ് ചെയ്യുകയും ഇത് അറിയുകയും വേണം, പക്ഷെ ചെയ്യരുത്. ടീം ബിൽഡിങ് എന്നല്ലേ ഈ പ്രോസസ്സും ഈ ടീം ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഇത് വിചാരിക്കുന്ന ലെവലിൽ പോവുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇത് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവണം,
ഇന്നിപ്പോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് കഴക്കൂട്ട് ഔട്ട്ലെറ്റില്ല. കാരണം ബക്രീദായതുകൊണ്ട് കുറച്ച് ആൾക്കാർ ലീവിലാ. ഈ തള്ളി മറിച്ചിട്ട് നേരെ പോകുന്ന അവിടെ. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ ചായക്കാരുടെ ജേണി സബ്ജക്റ്റ് മാറുന്നു. ചായക്കാരുടെ ജേണി. കാരണം ഇത് നമുക്ക് ചായക്കാരുടെ ജേണി ഒറ്റ വീഡിയോയിലൊന്നും തീരണ ഒരു സാധനമല്ല. നമ്മുടെ ഗ്രോത്തിനെ കുറിച്ചും അനലൈസ് ചെയ്യേണ്ട സമയവും നമ്മളായിട്ടില്ല. നമ്മളെപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ. ഞാൻ അവന്റെ അടുത്തും പറയും, ആതിരെ അടുത്തും പറയും, ഇപ്പം ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു, ഒരു സൈഡിൽ നിൽക്കുന്നു. പക്ഷെ ഇത് നമ്മൾ ഒരു കോർ ഇതിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഇതിനകത്ത് ഇപ്പൊ കാണുന്ന ഒരു സക്സസ് അല്ല. ഇതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റിയാൽ മാത്രമേ ഇത് പോകുള്ളൂ. ഇത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 10 വർഷം കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് അടുത്ത് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓക്കെ ഞാൻ പറഞ്ഞ അനുസരിച്ച് എത്തി. പക്ഷെ ഇത് അടുത്ത 10 വർഷം തന്നെ ഇത് നിലനിർത്തുക എന്നുള്ളതാണ്. അത് ഒരു ഭയങ്കര തോട്ടാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതെ. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കമന്റുകൾ വരും, നമുക്ക് നെഗറ്റീവ് റിവ്യൂസ് വരും, പോസിറ്റീവ് റിവ്യൂസ് വരും. അതിനെയൊക്കെ നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ട് ഇന്ന് രാത്രി തന്നെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ തീക്ഷണമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് ഇപ്പൊ നല്ല കുളിർമ, നല്ല കംഫർട്ട് സോണ്, നല്ല AC. ഇപ്പൊ കുറച്ചും കൂടി വേണമെങ്കിൽ പോഡ്കാസ്റ്റ് നമുക്ക് നീട്ടാം, നല്ല രസമുണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാതെ അല്ലേ നമ്മളത് 3 days കൊണ്ട് നിങ്ങൾ ഒരു സെൻട്രൽ കിച്ചൺ ഒക്കെ റെഡിയാക്കി. നീ പൊളിക്ക്. അതുവരെ എത്തിയില്ല, കിച്ചൺ വരെ എത്തിയിട്ടില്ല, നമ്മളെ കഥ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, ഇത് പറഞ്ഞ ഭയങ്കര കോമഡിയാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത് ചായക്കാര് അവിടെ വാടക കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെയ്ത പരിപാടി, ഫിഷിന്റെ പരിപാടി ചെയ്ത് കയ്യിൽ നിന്ന് വാടക കൊടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അത് തൊട്ടുള്ള സ്റ്റോറികൾ ഭയങ്കരമാണ്. പക്ഷെ നമുക്ക് ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ വിഷൻ എന്താണ്? ഇപ്പോഴും ഞാൻ പറയുന്നത് ക്ലിയർ വിഷൻ ആണ്. ക്ലിയർ വിഷൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ സൗത്ത് ഇന്ത്യൻ്റെ സ്റ്റോറി പറയുക എന്നുള്ളതാണ്. നമ്മളിനി അടുത്ത സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറി പറയുക എന്നുള്ളതാണ്. ഈ ചായക്കാരി എല്ലാവരും ചോദിക്കും, എന്താണ് ചായക്കാരി ഈ ഗ്ലോബൽ ലെവലിൽ എന്നല്ലേ, ഗ്ലോബൽ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ചിന്തകൾ വരുന്നത്, അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലോട്ട് പെട്ടെന്ന് എക്സ്പാൻഷൻ എങ്ങനെയാണ്? നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് 2026 നവംബർ നമ്മൾ 100 സ്റ്റോറുകൾ ചെയ്യും. 100 സ്റ്റോറുകൾ. 100 സ്റ്റോറുകൾ എന്തിനാണ് ചെയ്യുന്നത്? 100 സ്റ്റോറുകൾ നമ്മളിങ്ങനെ ഔട്ട്ലെറ്റിൽ കൂട്ടിക്കൊന്നല്ല. നമുക്കിവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ എപ്പോഴും നമുക്ക് ഒരു മഴ വന്നാലും അല്ലെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും ഒരു ചായ ഒരു പാട്ടൊക്കെ ഇടുമ്പോൾ നമ്മൾ കാണും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നമുക്ക് ഇപ്പൊ ഇവിടെ കഴിഞ്ഞ് ഇനിയിപ്പോ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ മിഥുനുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു ചായ കുടിക്കുക എന്ന് പറയും. അപ്പം ഈ ചായ എന്ന് പറയുന്നത് അത്രയ്ക്ക് മാർക്കറ്റുള്ളതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവരും ചായക്കട വന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അൺഓർഗനൈസ്ഡ് സെക്ടർ ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്ത് 1% ഇന്ത്യയിൽ ഈ ചായ കച്ചവടത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, 100 സ്റ്റോറുകൾ എന്തിനാണ് വരണം എന്നും കൂടി ചോദ്യമുണ്ട്. ആ 1% എന്നുള്ളത് നമ്മുടെ ചായക്കാരി അടുത്തതിലോട്ട് കടക്കണം. ഈ അൺഓർഗനൈസ്ഡ് മേലെ നമ്മൾ ഓർഗനൈസ്ഡ് ആക്കുന്നു. അതിൽ കൂടെ നമ്മുടെ ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ്റെ കൾച്ചർ സ്റ്റോറി സംസാരിക്കണം. അവിടെയാണ് നമ്മുടെ നെല്ലിക്ക രസവും, അവിടെയാണ് നമ്മുടെ ഇഡലിയും, അവിടെയാണ് നമ്മുടെ ചട്നിയും. എന്നുള്ള സിമ്പിളാണ്. ഒരു മക്ഡോണൾഡ്സിലോ KFCയോ മാതിരി തന്നെ ട്രഡീഷണൽ സൗത്ത് ഇന്ത്യന് സ്ലോ കുക്കിംഗ് ഫാസ്റ്റ് സർവീസ്. സ്ലോ കുക്കിംഗ് ഫാസ്റ്റ്. മറ്റേത് ഫാസ്റ്റ് ഫുഡ്. അവിടെയാണ് നമ്മുടെ ജങ്ക് ഫുഡിന്റെ ഒരു പ്രശ്നം അല്ലേ? ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി. പക്ഷെ നമ്മളെ ഫുഡ് നിങ്ങൾ നോക്കിയാൽ മതി, സ്ലോ കുക്കിംഗ് ആണ് അല്ലേ? ഐറ്റംസിന് ഫാസ്റ്റ് ആയിട്ട് സർവീസ് ചെയ്യുന്നു, അതിനൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ചായക്കാരിയുടെ ഇനി അടുത്ത ജേണി നമ്മൾ സത്യം പറഞ്ഞ ജേണി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ.
നമ്മൾ ഇനിയാണ് ചായക്കാരുടെ ജേണി ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രസക്തി അല്ലേ. നമ്മൾ ഇന്നത്തെ റിവ്യൂ മീറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഓഫീസിൽ നമ്മൾ എന്താണ്, പക്ഷേ നമുക്ക് ജേണിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, സംസാരിക്കാം. അത് നമ്മുടെ കസ്റ്റമറുകളും നമ്മുടെ നിൽക്കുന്ന ആൾക്കാരും അത് കേൾക്കട്ടെ എന്ന് പറയേണ്ട റീസൺ ഇതാണ്. നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ നമ്മൾ പരിഹരിച്ച് നമ്മുടെ ഈ ടീം അല്ലേ, ഇതിനെക്കാട്ടി അടുത്ത ഒരു ഇതിലൊക്കെ അടുത്ത നമ്മുടെ ടീം ഇങ്ങനെ വലുതാവട്ടെ അല്ലേ. അതാണ് നമ്മള് ഇപ്പം മിഥുനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു വന്നതൊക്കെ നാളെ മിഥുൻ വിളിച്ചു ചോദിക്കണേ എന്നാണ് അടുത്ത മീറ്റിംഗ്, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാവട്ടെ. വേറെ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്ന ആള് നമ്മുടെ മീറ്റിംഗിൽ വരട്ടെ, അതെങ്ങനെ അവരെ മീറ്റിംഗിൽ നമ്മളെയും വിളിക്കട്ടെ. അപ്പൊ ഇവരെയും കാട്ടി നമുക്ക് അതിൽ നോക്കിക്കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് മിഥുനെ വിളിച്ചത്? വേറൊരു ഇൻഡസ്ട്രി നിൽക്കുന്നു, വേറൊരു ഇൻഡസ്ട്രി നിൽക്കുന്നു, നമ്മളെയും കാട്ടി നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജേണിയിൽ വന്ന വഴികൾ പുള്ളിക്കും അത് കേൾക്കട്ടെ, പുള്ളിക്ക് നമുക്ക് സജഷൻ തരാൻ പറ്റും. അവിടെ വളരെ വ്യത്യസ്തപരമായിട്ട് നമ്മൾ ചിന്തിച്ചു പോവുക, വ്യത്യസ്തപരമായിട്ട് പോവുക എന്നുള്ളതാണ് ചായക്കാരുടെ കാര്യം. അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു, കുറച്ചും കൂടി ശബ്ദത്തിൽ പറയുന്നു. കാരണം എപ്പോഴും നമ്മൾ പറയും ആദ്യം നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കേൾക്കണം. നമ്മൾ ആൾക്കാർ വിചാരിക്കും അത് പൊങ്ങച്ചം പറയുന്നു, അത് പറയുന്നു, അതെന്തോ ആവട്ടെ. പക്ഷെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ വിഷൻ അല്ലേ. 2026 വിഷനാണ്. ആ വിഷൻ 2030 ഒരു വിഷൻ വരും, 2035 വിഷൻ ഉണ്ട്. പക്ഷെ ഇതൊരു ഷോർട്ട് വിഷനാണ്. 2026 ഒരു വിഷനാണ്. വിഷൻ ഇതാണ്, 100 സ്റ്റോറുകൾ എന്തിനു ചെയ്യുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഒരു കാര്യം. അതില് രണ്ടാമത്തെ കാര്യം, ആദ്യമായിട്ടായിരിക്കും ചായ കച്ചവടത്തിൽ സൗത്ത് ഇന്ത്യയിൽ SME MSME സ്കെയിലിൽ IPOയിലോട്ട് വരുന്നത്. സന്തോഷിക്കണം, കയ്യടി അല്ലേ അല്ലേ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. SME MSME IPO, ചിലപ്പോ SME MSME IPO അങ്ങനെ ആൾക്കാർക്ക് അറിയാൻ പോലും ചെയ്തുകൂടാ. IPO എന്ന് പറയുമ്പോൾ ഒരു IPO അറിയാളൂ. അതിവിടെ ഇല്ല, ആർക്ക് വേണോ ചെയ്യാം. ഇതൊന്നും വലിയ കാര്യമല്ല. ഇതൊരു വലിയ കാര്യമായിട്ട് നമ്മളിരുന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തികൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വിഷൻ നമ്മളിലോട്ട് ക്ലിയർ ചെയ്യുക. 2026 നമ്മൾ ഈ 100 സ്റ്റോറും 2027 നമ്മുടെ MSME SME IPOയിലോട്ട് നമ്മൾ കടക്കുകയും ചായക്കാർ ചെയ്യും. 2030 നമ്മൾ അതൊരു 500 സ്റ്റോറിലോട്ടും 2035 ഫാസ്റ്റ് ഗ്രോയിങ് ആയിരിക്കും 4500 സ്റ്റോറിലോട്ടും. അപ്പം ഇതിന്റെ ചിലപ്പോൾ അതിന്റെ ആ സമയത്തൊക്കെ അതിന്റെ ഷെയർ ചിലപ്പം എനിക്ക് ചിലപ്പോൾ 5% ഷെയർ കാണും. നമ്മളെങ്കാട്ടിയും കഴിവുള്ള ആൾക്കാർ ഈ കമ്പനിയിൽ വരികയും നമ്മളെങ്കാട്ടിയും അല്ലെ വിഷനുള്ള ആൾക്കാർ ഇതിലോട്ട് വരികയും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരികയും നമ്മൾ ചെയ്യും. ഇതാണ് ചായക്കാരിയുടെ ജേണി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ജേണി എന്ന് പറയുമ്പോൾ കഥകളും, അതെ നമ്മൾ പറഞ്ഞല്ലോ, പക്ഷേ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. തുടരും. അതെ, തുടരും.